ഞാനും നീയും ഒന്നാണേ. ഭാഗം 20. അമ്പലത്തിൻ്റെ അടുത്തെത്തിയതും ഈശ്വര, ഇനിയിപ്പോൾ ഈ പടികൾ മുഴുവനും കയറണോ ഈ തണുപ്പത്ത്? ജയദേവ് ചോദിച്ചു. സൂര്യ, നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വാ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. എനിക്ക് വയ്യ ഈ തണുപ്പത്ത് ഇനി ഈ പടികൾ മുഴുവനും കയറാൻ. ജയദേവ് മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒരുപാട് പടികളുണ്ട്. ആ പടികൾ കയറി വേണം ദേവീനടയിലെത്താൻ. നീ ഇങ്ങോട്ട് വന്നേ. വല്ലപ്പോഴുമല്ലേ എങ്ങനെയൊക്കെ വരാൻ പറ്റൂ? എപ്പോഴും നമ്മൾ വരുന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നീ വാ, നമുക്ക് സംസാരിച്ചു കൊണ്ട് നടക്കാം, സൂര്യൻ പറഞ്ഞു. മാനസി കൂടി പറഞ്ഞപ്പോൾ ജയദേവ് മറുത്തൊന്നും പറഞ്ഞില്ല. എന്നാലും സൂര്യനും മയൂരിയും ഒരുമിച്ചാണ് നടന്നത്. അത് മാനസിക്കും ജയദേവിനും സംസാരിക്കാനുള്ള അവസരം കൊടുത്തതാണ്. പടികൾ കയറി മുകളിൽ എത്തിയപ്പോൾ കണ്ടു ദേവീനടയിൽ കത്തിച്ചു വച്ചിരിക്കുന്ന വിളക്കുകളുടെ ദീപപ്രഭ. അത് മാത്രമേ കാണാൻ പറ്റൂ. അത്രയും കോടമഞ്ഞാണ്. അടുത്ത് ആരെങ്കിലും നിന്നാൽ പോലും അറിയാൻ പറ്റുന്നില്ല. മോളെ മാനസി, കൈ പിടിച്ചോട്ടോ, ഇവിടെ കൈവിട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജയദേവ് മാനസിയുടെ കൈ പിടിച്ചു. സൂര്യ, നീ മയൂരിയുടെ കൈ പിടിച്ചോട്ടോ. കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ഏതാണ് മാനസി, ഏതാണ് മയൂരി, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ നമ്മുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് കൈ പിടിച്ചോ. ജയദേവ് പറഞ്ഞതും സൂര്യൻ മയൂരിയെ ഒന്ന് നോക്കി. മയൂരിയും അവനെ നോക്കി. രണ്ടുപേരുടെയും മുഖത്തെ ഭാവങ്ങൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും കോടമഞ്ഞായിരുന്നു. മയൂരി, സൂര്യൻ വിളിച്ചുകൊണ്ട് തന്നെ അവളുടെ കയ്യിൽ പിടിച്ചു. അതെ സൂര്യ, കൈ പിടിച്ചിരിക്കുന്നത് മയൂരിയെ തന്നെയാണെന്ന് നോക്കിക്കോട്ടോ. ഒന്ന് വിളിച്ചു നോക്കൂ, ജയദേവ് പറഞ്ഞതും മയൂരി, അതെ സർ, ഞാൻ തന്നെയാണ്, അവൾ പതിയെ പറഞ്ഞു. വെറുതെയല്ല ആ പൂവ് ആർക്കും കിട്ടാറില്ല എന്ന് പറയുന്നത്. ഈ കോടമഞ്ഞിൽ ആ പൂവ് തിരുമേനി പോലും കണ്ടിട്ടുണ്ടാവില്ല. ഇനി കിട്ടിയാലും അത് ആ പൂവ് തന്നെയാണെന്ന് എങ്ങനെ അറിയാം? ജയദേവ് പറഞ്ഞു. വാ, നമുക്കാദ്യം പ്രദക്ഷിണം വയ്ക്കാം. ആളുകളുടെ ഒരു പുക പോലെ കാണുന്നുണ്ടല്ലോ, അവരുടെ പുറകെ തന്നെ നടക്കാം. പിന്നെ തട്ടിത്തടഞ്ഞ് വീഴരുത്. ഇവിടെ വെച്ച് നമ്മൾ തമ്മിൽ മിസ്സായാലും താഴെ പടികളിൽ ഏറ്റവും താഴത്ത് നിൽക്കണം, കേട്ടല്ലോ സൂര്യ, ജയദേവ് പറഞ്ഞു. അത് സൂര്യനും സമ്മതിച്ചു. പക്ഷേ സൂര്യൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷത്തിലായിരുന്നു. കാരണം അവൻ്റെ കൈക്കുള്ളിൽ മയൂരിയുടെ കൈകളുണ്ട്. അത് അവനെ ഒരുപാട് സന്തോഷിപ്പിച്ചു. ആദ്യമായി എൻ്റെ കൈക്കുള്ളിൽ ഒരു പെൺകുട്ടിയുടെ കൈ, അതും താൻ പ്രണയിക്കുന്ന പെണ്ണ്. അതുമാത്രമല്ല, ഈ ദേവീനടയിൽ വെച്ച് തന്നെ ആ കൈ പിടിക്കാൻ സാധിച്ചതിൽ സൂര്യന് ഒരുപാട് സന്തോഷം തോന്നി. എന്നാൽ സൂര്യൻ്റെ കൈ പിടിച്ചപ്പോൾ മയൂരിയിലും അതേ അവസ്ഥ തന്നെയായിരുന്നു. ദേവീനടയിൽ വെച്ച് തൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന സൂര്യൻ്റെ മുഖം അവളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരികയായിരുന്നു. അതോടൊപ്പം തന്നെ അവളുടെ മനസ്സിൽ ആകാശിനോട് പോലും തോന്നാത്ത ഒരു വികാരം സൂര്യനോട് അവൾക്ക് തോന്നി. സൂര്യൻ അവളുടെ കയ്യിൽ കൈകോർത്ത് പിടിച്ചിരിക്കുന്നത്. ആ കൈ പിടിച്ചുകൊണ്ട് ആ ദേവീനടയിൽ അവർ പ്രദക്ഷിണം വെച്ചു. തിരുനടയിൽ വന്നു നിന്ന് ദീപനാളങ്ങൾക്കിടയിൽ ഇരിക്കുന്ന ആ ദേവീ വിഗ്രഹം ആ തിരുനാളങ്ങളുടെ വെട്ടത്തിൽ അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. നടയിലെത്തിയിട്ടും സൂര്യൻ അവളുടെ കൈ വിട്ടില്ലായിരുന്നു. അവളും ആ കൈവിടാൻ ആഗ്രഹിച്ചില്ല. രണ്ടുപേരും നിറഞ്ഞ മനസ്സോടെ ആ ദേവീനടയിൽ നിന്ന് പ്രാർത്ഥിച്ചു. അവർ പ്രാർത്ഥിച്ചു നിൽക്കുമ്പോഴാണ് അവരുടെ നേരെ ഒരു തട്ടവും അതിൽ ഒരു മൺചിരാതിൽ തിരിയിട്ട് കത്തിച്ച ദീപവും ഉണ്ടായിരുന്നു. അത് കിട്ടിയതും അവൾ വലത് കൈകൊണ്ട് തന്നെ അത് വാങ്ങി. അവൾ കൈവിട്ട് വാങ്ങാൻ നോക്കിയതും സൂര്യൻ അവളുടെ ഇടത് കൈയിൽ വന്ന് പിടിച്ചു. മറ്റുള്ളവർ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അവൾ നോക്കി. എല്ലാവരും അത് ഒഴിഞ്ഞ് നടയിലേക്ക് വയ്ക്കുകയാണ്. അത് നടക്കിലേക്ക് വയ്ക്കുമ്പോൾ തിരുമേനി അവിടെ നിന്നും പ്രസാദവും തീർത്ഥവും കൊടുക്കുന്നുണ്ട്. അവൾ സൂര്യൻ്റെ കൈ പിടിച്ചു കൊണ്ടുവന്ന് ദേവീ നടയിൽ നിന്നും കുറച്ച് മാറ്റി നിർത്തി. പിന്നെ ദീപം അവൻ്റെ മുഖത്തേക്ക് അടുപ്പിച്ചു. ആ ദീപത്തിൻ്റെ വെട്ടത്തിൽ അവൾ അവനെ നോക്കി. അവളും അവൻ്റെ കണ്ണുകളിൽ തന്നെ നോക്കി. അവൾ അവനോട് കൈവിടാൻ പറഞ്ഞു. എന്തിനാ? അവൻ ചോദിച്ചു. എങ്ങും പോകാനല്ല, അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈ വിടിയിച്ചു. അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആ തട്ടം കൊണ്ട് അവനെ ഒഴിഞ്ഞു. അവൾ ചെയ്യുന്നത് അവൻ ചെറിയൊരു പുഞ്ചിരിയോടെ നോക്കി നിന്നു. 3 തവണ വലത്തോട്ടും 3 തവണ ഇടത്തോട്ടും അവനെ ആ തട്ടത്തിൻ്റെ ദീപം വെച്ച് അവൾ ഒഴിഞ്ഞു. ഇത് നടക്കിലേക്ക് വയ്ക്കാം, അവൾ പറഞ്ഞു. അപ്പോഴേക്കും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. അപ്പോൾ തന്നെ ചെയ്യണ്ടേ?
അവൻ ചോദിച്ചു. വേണ്ട, സാറിനെ ഒഴിഞ്ഞില്ലേ, സാറിൻ്റെ ദോഷമെല്ലാം മാറിക്കോളും, അവൾ പറഞ്ഞു. അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞ് ആ തട്ടം അവളുടെ കയ്യിൽ നിന്നും വാങ്ങി അവൻ അവളെ ഒഴിഞ്ഞു. അവൾ ചെയ്തതുപോലെ തന്നെ ഇടത്തോട്ട് 3 പ്രാവശ്യവും വലത്തോട്ട് 3 പ്രാവശ്യവും ഒഴിഞ്ഞു. എന്നിട്ട് അവളുടെ കൈ പിടിച്ചുകൊണ്ട് ആ തട്ടവുമായി തിരുമേനിയുടെ അടുത്തേക്ക് നടന്നു. അത് വാങ്ങി തിരുമേനി ആ വിളക്ക് എടുത്തു മാറ്റി ആ തട്ടം ദേവീ നടയിലേക്ക് കൊടുത്തു. തീർത്ഥവും പ്രസാദവും തിരുമേനി അവരുടെ കയ്യിൽ വെച്ച് കൊടുത്തു. തിരുമേനിക്ക് സൂര്യൻ ദക്ഷിണയും കൊടുത്തു. രണ്ടുപേരും തിരുമേനി കൊടുത്ത ആ പ്രസാദവുമായി അവിടെ നിന്നും മാറി. ഇനിയിപ്പോൾ അവരെ എങ്ങനെ കണ്ടുപിടിക്കും, അവൾ ചോദിച്ചു. എനിക്കറിയില്ല, അവരെ വ്യക്തമായി കാണാൻ പോലും പറ്റുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇതാ, ഈ പ്രസാദം കൂടി പിടിച്ചോ എന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ പ്രസാദം അവളുടെ കയ്യിലേക്ക് കൊടുത്തു. അവൾ രണ്ടും അവളുടെ കയ്യിൽ പിടിച്ചു. സൂര്യൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ പാറയിരിക്കുന്ന ആ ക്ഷേത്രത്തിന് ചുറ്റും അവർ രണ്ടുപേരും നടന്നു. താഴെയും മൂടലാണ്, പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് കുറച്ചു നേരം അവിടെ ഇരുന്നാലോ, നമ്മളെ അന്വേഷിച്ച് അവർ വന്നാൽ കാണാലോ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ആ പാറമേൽ കുറച്ച് മാറി ആളുകളുടെ തിരക്കില്ലാത്ത ഒരു ഭാഗത്ത് നോക്കി ഇരുന്നു. രണ്ടുപേരും ഒന്നും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് മയൂരി എന്ന് വിളിച്ചുകൊണ്ട് സൂര്യൻ തന്നെ തുടക്കം കുറിച്ചു. അവൻ്റെ വിളി കേട്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. മൂടൽമഞ്ഞ് കൊണ്ട് അവരുടെ നോട്ടം പരസ്പരം കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ തന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ, സൂര്യൻ ചോദിച്ചു. എന്താ സാർ? വളച്ചു കെട്ടാതെ പറയാം. എനിക്ക് ഇങ്ങനെ പറഞ്ഞൊന്നും ശീലമല്ല, എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പറയാനേ അറിയൂ, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങിയിരുന്നു. അവളുടെ വലത് കൈയിൽ അവൻ പിടിച്ചു. എനിക്ക് തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. അവൻ ചോദിക്കാൻ വരുന്നത് അതാണെന്ന് അവൾക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം സൂര്യൻ്റെ ചില നേരത്തെ സംസാരം, നോട്ടം അവൾ ശ്രദ്ധിച്ചിരുന്നു. കൂടുതലും ഗീത പറഞ്ഞതിന് ശേഷമാണ് അവൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതിൽ നിന്നെല്ലാം അവൾക്കൊരു സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് അവൻ ചോദിച്ചപ്പോൾ അവൾക്ക് എന്ത് പറയണം എന്നറിയില്ലായിരുന്നു. ഞാൻ അങ്കിളിനോട് പറയട്ടെ? അച്ഛനും അമ്മയ്ക്കും എല്ലാം സമ്മതമായിരിക്കും. അങ്കിളും ആൻറ്റിയും കൂടി സമ്മതിക്കുകയാണെങ്കിൽ നമുക്കങ്ങ് ഒരുമിച്ച് ജീവിക്കാടോ, തട്ടിയും മുട്ടിയുമെല്ലാം, സൂര്യൻ പറഞ്ഞു. അവരോടൊക്കെ പറയുന്നതിന് മുമ്പ് ആദ്യം തൻ്റെ മറുപടിയാണ് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു, സൂര്യൻ പറഞ്ഞു. അല്പസമയം രണ്ടുപേരും പിന്നീട് സംസാരിച്ചില്ല. അവളുടെ മൗനം സൂര്യന് ചെറുതായി ടെൻഷൻ തോന്നിയിരുന്നു. അല്പസമയത്ത് മൗനത്തിന് ശേഷം അവൾ പറഞ്ഞു തുടങ്ങി. സാറിന് എന്നെക്കുറിച്ച് എന്തറിയാം? സാറ് വിചാരിക്കുന്നത് പോലെ ഞാൻ ദത്തൻ അങ്കിളിൻ്റെ മകളല്ല. താൻ ഇന്ദ്രപ്രസ്ഥം വീട്ടിൽ കൃഷ്ണൻ നായരുടെ മകളാണ് അല്ലേ? സൂര്യൻ ചോദിച്ചു. അവൻ ചോദിച്ചത് കേട്ട് ഒരു ഞെട്ടലായിരുന്നു മയൂരി. അത് സാറിനെങ്ങനെ? അവൾ ചോദിച്ചു. എനിക്കെല്ലാം അറിയാം. താൻ എന്തുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പോകുന്നത് എന്നും ദത്തൻ സാറിൻ്റെ മകൻ ആകാശിനെ താൻ ഇഷ്ടമാണെന്ന് പറയാനുണ്ടായിരുന്ന സാഹചര്യം, ആ വീട്ടിൽ തനിക്ക് ദത്തൻ അങ്കിളിൻ്റെയും ഭാര്യയുടെയും ഒരു മകളുടെ സ്ഥാനം തന്നെ തന്ന് നോക്കുന്നതും, കഴിഞ്ഞ ദിവസം ആകാശമായി ഉണ്ടായിരുന്ന പ്രശ്നം, അങ്ങനെ എല്ലാം അറിഞ്ഞു തന്നെയാണ് ഈ സൂര്യനാരായണ വർമ്മ ചോദിക്കുന്നത്. എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ഭാര്യയായിട്ട് വരാൻ, മയൂരി ദത്തനിൽ നിന്നും മയൂരി സൂര്യനാരായണ വർമ്മയായി വരാൻ സമ്മതമാണോ? അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു. അവൾ കുറച്ചുനേരം ഒന്നും മിണ്ടിയില്ല. തനിക്ക് ആലോചിക്കാനുള്ള സമയം വേണോ? സൂര്യൻ ചോദിച്ചു. ഞാൻ ആകാശ് എന്ന് പറയുന്ന ആളെ എൻ്റെ വീട്ടിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ട് മാത്രമാണ് കണ്ടത്. എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്ന കുറേ പ്രശ്നങ്ങൾ എനിക്ക് താങ്ങാൻ പറ്റാതെ ആയപ്പോഴാണ് ആകാശിൻ്റെ പ്രണയം അല്ലെങ്കിൽ ഇഷ്ടമാണെന്നുള്ള ആ പ്രപ്പോസൽ ഞാൻ സ്വീകരിച്ചത്. ആകാശ് എന്താണ്, എങ്ങനെയാണെന്ന് എല്ലാം എനിക്കറിയാം. പക്ഷേ എനിക്ക് ആകാശിൻ്റെ അച്ഛനെയും അമ്മയെയും പറ്റി ഇതിനു മുന്നേ അറിയാമായിരുന്നു. അവർ രണ്ടുപേരും നല്ലവരാണെന്നും സ്നേഹമുള്ളവരാണെന്നും പറഞ്ഞതുകൊണ്ട് തന്നെയാണ്, ആ വീട്ടിൽ എനിക്കൊരു സുരക്ഷിതത്വം ഉണ്ടാവും എന്നുള്ള ഉറപ്പുകൊണ്ട് തന്നെയാണ് ഞാൻ ആകാശിൻ്റെ ഒപ്പം ഇറങ്ങിയത്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ അച്ഛനും ഏട്ടനും എല്ലാം കണ്ടുപിടിച്ച, അവരുടെ ബിസിനസ് ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രം കണ്ടുപിടിച്ച ആളുടെ ഒപ്പം ജീവിക്കേണ്ടി വന്നേനെ. അതിൽ പ്രായമോ പദവിയോ ഒന്നും അവർ നോക്കില്ലായിരുന്നു.
അവർ അവരുടെ ബിസിനസ് ഉയർച്ച മാത്രമേ നോക്കൂ. അതിൽ ഒരു ബലിയാടാവാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. പക്ഷേ എൻ്റെ തീരുമാനം തെറ്റാണെന്ന് ഇപ്പോഴും തോന്നിയിട്ടില്ല. എനിക്ക് ഇതുപോലത്തെ ഒരു അച്ഛനെയും അമ്മയെയും 2 അനിയന്മാരെയും കിട്ടിയത് ഞാൻ ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. ദൈവം എനിക്ക് അറിഞ്ഞു തന്നതാണ്. അതിൽ കൂടുതൽ സന്തോഷമൊന്നും എനിക്ക് വേണ്ട. ഈ സന്തോഷം നഷ്ടപ്പെടരുത് എന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ ഇപ്പോൾ സൂര്യൻ സാർ പറഞ്ഞതുപോലെ ഒരിഷ്ടം, അതെനിക്ക് ഇപ്പോഴും അങ്ങനെയൊന്നും തീരുമാനമെടുക്കാൻ എനിക്ക് അറിയില്ല. അന്ന് എൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോരുമ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഫ്രണ്ട്, അവളാണ് ആകാശിൻ്റെ അച്ഛനെയും അമ്മയെയും പറ്റി പറയുന്നത്. അവർ നല്ല മനുഷ്യരാണെന്ന് അറിഞ്ഞു തന്നെയാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ സുരക്ഷിതമായ കൈകളിൽ എത്തിച്ചേർന്നു. ഇനി അവൾ പറഞ്ഞ് കരഞ്ഞു തുടങ്ങിയിരുന്നു. മയൂരി, ഞാൻ ദത്തനങ്കിളിനോട് സംസാരിക്കട്ടെ? സാറിനും ആൻറ്റിക്കും ഇഷ്ടമാണെങ്കിൽ താൻ ഈ വിവാഹത്തിന് സമ്മതിക്കുമോ? അവൻ ചോദിച്ചു. ഞാൻ ആദ്യം അങ്ങനെ തന്നെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇനി തൻ്റെ മനസ്സിൽ ആകാശ് എങ്ങനെയാണ് എനിക്കറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ. പണ്ടും ആകാശിനോട് പ്രത്യേകിച്ച് ഒരു ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. രക്ഷപ്പെടാനുള്ളൊരു മാർഗം അത്രമാത്രമായിരുന്നു. എന്നാൽ പിന്നെ എനിക്കുള്ള മറുപടി തനിക്കിഷ്ടമാണോ? അതറിഞ്ഞാൽ ഇവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞ ഉടനെ ഞാൻ അങ്കിളുമായിട്ട് സംസാരിക്കും. എൻ്റെ അച്ഛനും അമ്മയും എല്ലാം ഉണ്ടല്ലോ, എല്ലാവരുമായിട്ട് സംസാരിക്കാം. എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഞാൻ തന്നെ വിവാഹം കഴിച്ചോട്ടെ? അതിന് ആദ്യം സമ്മതം പറയേണ്ടത് വിവാഹം കഴിക്കാൻ പോകുന്ന നമ്മൾ 2 പേരും അല്ലേ? എനിക്ക് സമ്മതമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് തന്നെ. എൻ്റെ മറുപടി ഞാൻ പറഞ്ഞു. ഇനി പറയേണ്ടത് താനാണ്. സൂര്യൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. എനിക്ക് സമ്മതമാണ്. അവൾ പറഞ്ഞതും അവൻ അവളെ ചേർത്ത് പിടിച്ചു. താങ്ക് യു. അവൻ പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തിനാണെന്നല്ലേ? എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന്. എന്നെ സഹിക്കാൻ കുറച്ച് പാടാണെന്ന് എല്ലാവരും പറയുന്നത്. തനിക്ക് പറ്റുമോ എന്നെ സഹിക്കാൻ? 2 മാസത്തെ ട്രെയിനിങ് പീരീഡ് വേണ്ടി വരുമോ? അവൻ ചോദിച്ചതും അവൾ ചിരിച്ചുപോയി. അപ്പോൾ ചെന്ന ഉടനെ തന്നെ നമുക്ക് നമ്മുടെ വിവാഹക്കാര്യം പറയാം അല്ലേ? സൂര്യൻ ചോദിച്ചു. അതിന് അവളൊന്ന് ചിരിച്ചതേയുള്ളൂ. എന്നാ പോകാം. എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെന്ന് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് സൂര്യൻ അവിടെ നിന്നും എഴുന്നേറ്റു. അവൾക്ക് നേരെ കൈ കാണിച്ചു. ആ കൈയിലേക്ക് അവൾ അവളുടെ കൈ കൊടുത്തു. ഇടത് കൈയിൽ അമ്പലത്തിൽ നിന്നുള്ള പ്രസാദവും വലത് കൈയിൽ സൂര്യൻ്റെ കൈയും അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് താഴേക്ക് പോകാം. ചിലപ്പോൾ നമ്മളെ കാണാതെ അവർ താഴെ ചെന്നിട്ടുണ്ടാവും, സൂര്യൻ പറഞ്ഞു. അവർ 2 പേരും പടികൾ ഓരോന്നായി ഇറങ്ങി. അപ്പോഴും 2 പേരുടെയും ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അവർ താഴെ ചെല്ലുമ്പോൾ കണ്ടു താഴെ തന്നെ ഇരിക്കുന്ന ജയദേവനെയും മാനസിയെയും. നിങ്ങളിത് എവിടെ പോയതാണ്? ഞങ്ങൾ എത്ര നേരമായെന്നറിയോ വന്ന് നിൽക്കുന്നത്? നിന്ന് കാല് കഴിച്ചപ്പോൾ ഞാൻ ഇരുന്നതാ, ജയദേവ് പറഞ്ഞു. എന്നാൽ മാനസി ഞെട്ടി നിൽക്കുകയായിരുന്നു. അവളുടെ നോട്ടം സൂര്യൻ കോർത്ത് പിടിച്ചിരിക്കുന്ന മയൂരിയുടെ കയ്യിലായിരുന്നു. എടാ, ആ കൈയൊന്ന് തന്നെ, ഞാനൊന്ന് എഴുന്നേക്കട്ടെ എന്ന് പറഞ്ഞ സൂര്യൻ്റെ നേരെ കൈ നീട്ടിയ ജയദേവ് കാണുന്നത് മയൂരിയുടെ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന സൂര്യനെയാണ്. അവൻ കണ്ണു മിഴിച്ചുകൊണ്ട് തന്നെ സൂര്യനെ നോക്കി. അവിടെ നിന്ന് പതിയെ എഴുന്നേറ്റു. എടാ, നിന്നോട് മുകളിൽ വെച്ച് പിടിക്കാൻ പറഞ്ഞത് ഇവള് മിസ്സാവുമെന്ന് കരുതിയിട്ടാ ഇപ്പോഴും ഈ കൈ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണോ? കൈ വിട്ടേ ജയദേവൻ പറഞ്ഞു. അത് കേട്ട് സൂര്യനും മയൂരിയും പരസ്പരം നോക്കി. സൂര്യൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവനിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു. ഈ കൈ സൂര്യൻ പിടിച്ചിരിക്കുന്നത് എപ്പോഴും ഇതുപോലെ ചേർത്ത് നിർത്താനാണ്. സൂര്യൻ പറയുന്നത് കേട്ട് ജയദേവും മാനസിയും പരസ്പരം നോക്കി. അതെ, എൻ്റെ ചെവിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു, ജയദേവൻ പറഞ്ഞു. എന്താ? മാനസി ചോദിച്ചു. ഞാനിപ്പോൾ എന്തോ കേട്ടു, തെറ്റായി കേട്ടതാണ് എന്ന് തോന്നുന്നു, ജയദേവ് പറഞ്ഞു. ഒന്ന് ചുമ്മാ ഇരുന്നേ, മാനസി അവനോട് പറഞ്ഞുകൊണ്ട് സൂര്യനെയും മയൂരിയെയും നോക്കി. സാർ, അത് മാനസി, ഞാൻ മയൂരിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. മയൂരിക്കും എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു.
എന്നാൽ പിന്നെ വീട്ടിൽ സംസാരിക്കാം എന്ന് വിചാരിച്ചു. ഇപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ, ഇപ്പോൾ തന്നെ സംസാരിക്കാമെന്ന് കരുതുന്നു. സൂര്യൻ പറഞ്ഞു. അപ്പോൾ നീ കാര്യമായിട്ട് പറഞ്ഞതാണോ? ജയദേവ് ചോദിച്ചു. ഞാനിക്കാര്യം വെറുതെ പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അറിയാതെ തന്നെ അവൻ പറഞ്ഞു. അപ്പോൾ ഇത് ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാണ്. എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ മയൂരിയെ കൂട്ടാൻ തീരുമാനിച്ചു. നന്നായടാ, നന്നായി. ഞാൻ മാത്രം അനുഭവിച്ചാൽ പോരാ, നീയും കൂടി അനുഭവിക്കണമെന്ന് ഞാൻ കുറേ നാളായി കരുതുന്നു. സന്തോഷമായി. ഇവളെ ഞാൻ പ്രണയിക്കുമ്പോൾ നിനക്ക് എന്തൊക്കെ വേഷം കെട്ടായിരുന്നു. അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകില്ല. നീയും കൂടി ഈ പ്രണയത്തിൽ ചാടണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനതിന് എന്തൊക്കെയോ വഴിപാടുകളും കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും സന്തോഷമായി സൂര്യ. ഇനിയെങ്കിലും നിന്റെ ഈ കത്തി ജ്വലിക്കുന്ന സ്വഭാവം ഒന്ന് കുറയ്ക്കേ, ജയദേവ് പറഞ്ഞു. ഇല്ല, അതൊരിക്കലും ഞാൻ കുറയ്ക്കില്ല. ഞാൻ എങ്ങനെയാണെന്ന് അറിഞ്ഞു മാത്രം ഇവളെന്നെ സ്നേഹിച്ചാൽ മതി, സൂര്യൻ പറഞ്ഞു. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യുമോ? പെട്ടെന്ന് തന്നെ വീട്ടിൽ പറയണ്ട. കുറച്ചു നാൾ നിങ്ങൾ രണ്ടുപേരും ഒന്ന് മനസ്സിലാക്ക്. മനസ്സ് തുറന്ന് സംസാരിക്ക്. ഓക്കെ ആണെന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നും പരസ്പരം നിങ്ങളെ സഹിക്കാൻ പറ്റുമെന്നും ഉറപ്പുണ്ടെങ്കിൽ മാത്രം വീട്ടിൽ പറഞ്ഞാൽ മതി. ഇത് ആരും അറിയാതെ പ്രണയിക്കുന്നതിൻ്റെ ഒരു സുഖമൊക്കെയുണ്ട്. അതൊക്കെ ഒന്ന് അറിയടാ, അല്ലടി മോളെ എന്ന് പറഞ്ഞുകൊണ്ട് മാനസിയെ അവൻ ചേർത്ത് പിടിച്ചു. അതിന് മാനസി ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ. പിന്നെ ആരും അറിയാതെ പ്രണയിച്ച് നടക്കാൻ ഞങ്ങൾ കോളേജ് വിദ്യാർത്ഥികളല്ലേ, സൂര്യൻ പറഞ്ഞു. മോനെ സൂര്യ, ഈ പ്രണയം അത് 60-കാരനെ പോലും 16-കാരൻ ആക്കുന്നു എന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. ഏതോ കവിയാണെന്ന് എനിക്കറിയാൻ പാടില്ല, പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ജയദേവ് പറഞ്ഞു. അത് കേട്ട് മാനസി സ്വയം തലക്കടിച്ചു. ഇതിലും വലുത് വരാനൊന്നുമില്ല, സൂര്യൻ മാനസിയോട് പറഞ്ഞു. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണടാ. പെട്ടെന്ന് നീ ഇപ്പോൾ സംസാരിക്കേണ്ട എന്നാ എൻ്റെ അഭിപ്രായം. നിങ്ങളിപ്പോൾ ഇഷ്ടം പറഞ്ഞതല്ലേ ഉള്ളൂ. നിങ്ങൾ പരസ്പരം ഒന്ന് സംസാരിച്ച് മനസ്സിലാക്ക്, എന്നിട്ട് വീട്ടിൽ പറയാം. ഒരു ജീവിതമല്ലേ ഉള്ളു മോനെ, എല്ലാം അറിയണ്ടേ? പ്രണയിക്കുന്നതിൻ്റെ ഒരു സുഖം, അത് നീ അറിയണം. അപ്പോൾ നീ ചോദിക്കും, വിവാഹം കഴിച്ചിട്ടും പ്രണയിക്കാൻ പാടില്ലെന്ന്. പ്രണയിക്കാം, പക്ഷേ ആരും അറിയാതെ പ്രണയിക്കുന്നതിൻ്റെ ഒരു സുഖം അത് വേറെ തന്നെയാണ്, ജയദേവ് പറഞ്ഞതും സൂര്യൻ മാനസിയെ നോക്കി. അവൾ ഒന്നും മിണ്ടാതെ ചെറിയൊരു പുഞ്ചിരിയോടെ നിൽക്കുകയാണ്. സർ, പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ആർച്ച മേഡം അവിടെയുണ്ട്. ഇപ്പോൾ സാറ് ഇത് പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ആർച്ച മേഡത്തിന് അറിയാം മാനസി, പക്ഷേ അവളുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് അവളെ ജീവിത പങ്കാളിയാക്കാൻ തയ്യാറാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ നീ ചെയ്താ വന്ദേ ഭാരതിന് തല വെച്ചു എന്ന് ഞാൻ കരുതിക്കോളാം, ജയദേവ് പറഞ്ഞു. അപ്പോൾ എന്താണ് സൂര്യൻ സാർ തീരുമാനം? ഇപ്പോൾ തന്നെ പറയാനാണോ, അല്ലെങ്കിൽ ആരും അറിയാതെ പ്രണയിച്ച് നടക്കാനാണോ, ജയദേവ് ചോദിച്ചു. മയൂരി എന്തു പറയുന്നു? നമുക്കൊന്ന് പ്രണയിച്ചാലോ, സൂര്യൻ ചോദിച്ചു. അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ആ, അവൾ സമ്മതിച്ചിരിക്കുന്നു. ഈ പുഞ്ചിരിയിലുണ്ട് നിനക്കുള്ള മറുപടി, ജയദേവ് പറഞ്ഞു. പറ്റില്ല, സൂര്യനാരായണൻ്റെ പെണ്ണാണ്. എന്തും ആരുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റണം. അതുകൊണ്ട് എന്നോട് പറയ്, സമ്മതാണോ ഈ സൂര്യനാരായണനെ ആരും അറിയാതെ പ്രണയിക്കാൻ, സൂര്യൻ ചോദിച്ചു. സമ്മതാണ്, മയൂരി പറഞ്ഞു. അപ്പോൾ കോടളിയാക്കായി ഇനി സൂര്യനാരായണൻ്റെയും മയൂരിയുടെയും പിന്നെ കൂട്ടത്തിൽ ജയദേവൻ്റെയും മാനസിയുടെയും പ്രണയകാലം അല്ലേ, ജയദേവ് ചോദിച്ചു. അതിന് അവർ 3 പേരും ചിരിച്ചു. ഹായ്, ഇന്നും ലേറ്റാണ്. നാളെ എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്തിരി തിരക്കായിരുന്നു. അപ്പോൾ എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.